നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് നാളിന് മുൻപ് ഇവിടെ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം നിരവധി കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതായത് ലഭിക്കാൻ പോകുന്ന സീറ്റുകളെക്കുറിച്ചും തങ്ങൾക്ക് മുച്ചൂടും ലഭിക്കാൻ പോകുന്ന ജില്ലകളെക്കുറിച്ചും അതോടൊപ്പം തങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ തനിക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നിലവിലുള്ള മന്ത്രിമാർ പരാജയപ്പെടുന്നവരുടെ എണ്ണം കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞ ഒരു വല്ലാത്ത പ്രവചന വീരനാണ് ഇന്ന് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന വി ഡി സതീശൻ. നമുക്കെല്ലാവർക്കും അറിയാം എന്തൊക്കെയായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ 100-ലധികം സീറ്റുകൾ ഒപ്പമുള്ള കെ സി വേണുഗോപാലിനെ പോലുള്ള കെ സുധാകരനെ പോലെയുള്ള അതുമല്ലെങ്കിൽ എ കെ ആന്റണിയെ പോലെയുള്ള അടൂർ പ്രകാശിനെ പോലെയുള്ള അങ്ങനെ നിരവധി നേതാക്കന്മാർക്ക് സാധിക്കാത്തതും എക്സിറ്റ് പോളിന് പോലും സാധിക്കാത്തതുമായ ഒരു വിലയിരുത്തൽ തന്നെയായിരുന്നു 100-ലധികം സീറ്റുകളിൽ UDF എന്ന് പറയുന്ന രാഷ്ട്രീയ മുന്നണി ജയിച്ച് അധികാരത്തിൽ എത്തും എന്നുള്ളത്. വി ഡി സതീശൻ മാത്രമാണ് അത്ര ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ 75, 80, 85, 90 വരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല 100-ലധികം ഒരാൾക്കും അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന പോലെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ ഈ 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ്, അതായത് തൂത്തുവാരിക്കൊണ്ട് 5 ജില്ലകൾ ജയിക്കും. ആ 5 ജില്ലകളുടെ കണക്ക് വളരെ കൃത്യമായി ഏതൊക്കെ ജില്ലകളാണെന്ന് വരെ വി ഡി സതീശൻ നമുക്ക് മുന്നിൽ പറഞ്ഞു തന്നിരുന്നു. ഇനി ഇത് കൂടാതെ 1 ഡസനോളം വരുന്ന മന്ത്രിമാർ പരാജയപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞിരുന്നു. കൃത്യമായി അത്രയും മന്ത്രിമാരുടെ പരാജയം കേരളം കാണുകയും ചെയ്തു. ആദ്യ റൗണ്ടുകളിൽ മുഖ്യമന്ത്രിക്ക് പോലും, അതായത് ധർമ്മടം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പോലും ഒരു പരാജയ ഭീതി ഉണ്ടാകുന്ന തരത്തിൽ പിന്നിലേക്ക് പോകും എന്നുള്ള കാര്യവും അദ്ദേഹം പ്രവചിച്ചിരുന്നു. ആര്? വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഇതെല്ലാം ഫലത്തിൽ തുടക്കത്തിൽ അതൊക്കെ കേട്ടപ്പോൾ അമിതാത്മവിശ്വാസമായിരിക്കാം വി ഡി സതീശൻ പുലർത്തിപ്പോരുന്നത് എന്നാണ് നമ്മൾ ആദ്യമൊക്കെ കരുതിയിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം നമ്മൾക്ക് ചില സംശയങ്ങൾ തോന്നിയത് ഞാൻ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചില സംശയങ്ങൾ, എങ്ങനെ ഇത്ര കൃത്യമായി വി ഡി സതീശന് പ്രവചിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. എന്നാൽ നമുക്കറിയാം ഇതെല്ലാം മാറ്റിമറിക്കുന്ന തരത്തിൽ നമ്മുടെ ആ സംശയങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന ആ ആരോപണങ്ങൾക്കോ അടിവര ഇടുന്നത് പോലെയാണ് സത്യത്തിൽ പുതിയ ചില നിയമനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. രത്തൻ യു ഖേൽക്കർ ആരാണ് എന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ നിലവിൽ ആരാണെന്നും നമുക്കറിയാം. നിലവിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഈ രത്തൻ ഖേൽക്കറുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്ത് UDF അടക്കമുള്ളവർ വിവാദമുന്നയിച്ച ഒരു വിഷയമായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഒരു ലെറ്റർ ഹെഡിൽ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സർക്കുലറിനകത്ത് BJPയുടെ ചിഹ്നമായ താമര വന്നത്. വിവാദമായിരുന്നു. എല്ലാവരും അതിനെ ശക്തമായ ഭാഷയിലാണ് എതിർപ്പറിയിച്ചത്. അപ്പോൾ ഈ രത്തൻ ഖേൽക്കർ പറഞ്ഞൊരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വളരെ ചെറുതാക്കി. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ പിടിയിൽ തന്നെയാണ്. അല്ലെങ്കിൽ അതിന് മുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പിടിക്കപ്പുറം അതിന് മുകളിൽ ഒരു തരത്തിലൊരു സംഘപരിവാർ ഇതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ രത്തൻ ഖേൽക്കർ തുടർന്ന് ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് അവരോധിക്കപ്പെട്ടിരിക്കുന്നു. അടിമുടി സംഘപരിവാറുകാരനായിരുന്ന ഒരു വ്യക്തിയെ, അത് കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ഒരു വ്യക്തിയെ എന്ത് പ്രത്യുപകാരത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ പേഴ്സണൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അവരോധിച്ചിരിക്കുന്നത് എന്നുള്ളത് ആർക്കും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് വലിയ രീതിയിലെങ്കിലും സംശയം തോന്നിയേക്കാം. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സംശയത്തിന് ഇട വന്നു എന്നൊരു ചോദ്യം മറ്റൊരിടത്തുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് പോകണം, പശ്ചിമ ബംഗാളിലേക്ക് പോകേണ്ടി വരും. പശ്ചിമ ബംഗാളിൽ എത്തുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന കാഴ്ച എന്താണ്? മനോജ് കുമാർ അഗർവാൾ എന്ന് പറയുന്ന ബംഗാളിൽ ഉണ്ടായിരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അദ്ദേഹം അവിടെ ചീഫ് സെക്രട്ടറിയായി അവരോധിക്കപ്പെടുന്ന കാഴ്ചയും ചേർത്ത് വായിച്ചാലേ ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുവേന്ദു അധികാരി എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം നേരത്തെ തൃണമൂൽ കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നെ BJPയുടെ ആയി. അദ്ദേഹം ഈ പറയുന്ന സുവേന്ദു അധികാരി ഈ നമ്മുടെ മനോജ് കുമാർ അഗർവാളിനെ അവിടുത്തെ ചീഫ് സെക്രട്ടറിയായി നിയോഗിച്ചു. ഈ സംഭവം നടന്ന പാടെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ സമുന്നത നേതാവായ രാഹുൽ ഗാന്ധി അതിനെ ദ ബിഗർ ദ തീഫ് ബിഗർ ദ
റിവാർഡ് എന്നാണ് പറഞ്ഞത്. അതായത് ഏറ്റവും വലിയ കള്ളന് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ് എന്നുള്ള നിലയിലേക്ക് അതിനെ പരാമർശിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഈ പറയുന്ന BJPയും ഇലക്ഷൻ കമ്മീഷനോട് ചേർന്നിട്ട് നടത്തുന്ന ഒരു എന്താണ് പറയുക, ഒരു ചോർ ബസാറായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഒരു കാരണം വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ കമ്മീഷനും അവിടുത്തെ BJP നേതൃത്വവും അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വവും തമ്മിൽ ഒത്തുകളിച്ചുകൊണ്ട് BJPക്ക് വെസ്റ്റ് ബംഗാൾ നൽകി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വോട്ടിംഗ് മെഷീനകത്ത് അട്ടിമറി നടന്നിരിക്കാം, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലാകമാനം തന്നെ ഒരു അട്ടിമറി നടന്നിരിക്കാം. അങ്ങനെ നിരവധിയായ അട്ടിമറികൾക്കുള്ള സാധ്യതകളെ കുറിച്ചാണ് ഈ നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ ഈ അട്ടിമറി സാധ്യതകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട് BJPക്ക് അവിടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ട ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത് ഒരു പക്ഷേ ഈ പറയുന്ന മനോജ് കുമാർ അഗർവാൾ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്ദിഷ്ടകാര്യലബ്ധിക്ക് ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെ സുവേന്ദു അധികാരി എന്ന് പറയുന്ന BJP നേതാവ് വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ഈ പറയുന്ന പോലെ നമ്മുടെ മനോജ് കുമാർ അഗർവാൾ എന്ന് പറയുന്ന ഒരാളെ അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവിടുത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കള്ളത്തരം കാണിച്ചതിന് തക്കതായ പ്രതിഫലം കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ സ്ഥിതിഗതികൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് സ്വാഭാവികമായും പൊതുജനത്തിന് സംശയമുണ്ടാകാം. കാരണം ഇത് ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളും അതോടൊപ്പം തെരഞ്ഞെടുപ്പിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കന്മാരും പ്രവചിച്ചതിന് അപ്പുറത്തേക്ക് എന്തുകൊണ്ട് VD സതീശന് പ്രവചനമെന്നല്ല ഇത്ര ആക്യുറസി കിട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 100-ലധികം സീറ്റുകളിലെ വിജയം, 1 ഡസനോളം വരുന്ന മന്ത്രിമാരുടെ പരാജയം, 5 ജില്ലകളിലെ ക്ലീൻ സ്വീപ്പ്, ആദ്യത്തെ റൗണ്ടുകളിൽ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിൻ്റെ പിന്നോട്ടുള്ള പോക്ക്, ഇതൊക്കെ ഇത്ര കൃത്യമായി എങ്ങനെ പറയാൻ കഴിഞ്ഞു, എങ്ങനെ പ്രവചിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ സംശയം. ഇനി ഇതിനെ ബലപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുള്ളത്, മെയ് മാസത്തിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഈ നമ്മുടെ MM ഫറൂഖുമായി, അതായത് JDSൻ്റെ നേതാവുമായി ഈ നമ്മുടെ VD സതീശൻ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതും ഈ പറയുന്ന MM ഫറൂഖിൻ്റെ വീട്ടിൽ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് പോയിട്ടാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇനിയിപ്പം വേറെ പിന്നെ ഈ അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു വിശദീകരണം, ഞാൻ അവിടെ മൂകാംബികയിൽ പോയത്, പക്ഷേ ഇത് എവിടെയും ചർച്ചയിൽ നമ്മൾ കണ്ടില്ല എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഈ രീതിയിലൊക്കെ എന്തിനാണ് അവിടെ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇന്ന് വരെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്താ VD സതീശൻ എന്ന് പറയുന്ന ഒരാളോട് ചോദിച്ചിട്ടില്ല, നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടില്ല. ഇനി ഇത് കൂടാതെ എന്തിനായിരുന്നു ഇദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്? കിഷോർ ആൽവ എന്ന് പറയുന്ന ഒരാളുമായി എന്തിനു കൂടിക്കാഴ്ച നടത്തി? അതായത് അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ഇത് നിരവധി ദേശീയ തലത്തിൽ അദാനിക്ക് എതിരായി ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നിരിക്കലും എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്തിനാണ് ഇവരുമായിട്ടൊക്കെ വിട്ടുവീഴ്ച ചെയ്യുകയും കൂടിക്കാഴ്ച നടത്തിയതും ചെയ്തത് എന്നുള്ളതിൻ്റെ കൃത്യമായ മറുപടി ജനങ്ങൾ അറിയണം. കാരണം ഇവിടെ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയേണ്ട അവകാശവും അധികാരവുമുണ്ട്. കാരണം ഇത് ജനാധിപത്യമാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചില സംശയങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് യാഥാർത്ഥ്യമായി വരുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. അങ്ങനെ അതിനുള്ളിൽ എവിടെയെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയ തന്നെ ഏത് സമയവും അട്ടിമറിക്കപ്പെടും എന്ന് നമുക്ക് ഭയക്കേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.